ആഹാ! ഈ വീഡിയോയിലൊന്ന് നോക്കിയേ. ഈ കാണുന്ന നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പട്ടിക്കുട്ടിയെ. അതിനെ നമ്മളിപ്പോൾ ഇന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ കണ്ടിട്ട് ഭംഗി തോന്നിയിട്ട് മേടിച്ചതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിംഗ് ആണ്. പൊതിയൊക്കെ നേരത്തെ പൊട്ടിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഉച്ചയ്ക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത് ഈ ക്ഷമയില്ലായ്മയും അല്ലെങ്കിൽ ആക്രാന്തമൊക്കെ കൂടുതലുള്ളതിൻ്റെ പേരിൽ പൊതിയൊക്കെ നേരത്തെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം ബാറ്ററി ഇല്ലാത്തതിൻ്റെ പേരിൽ അതിടാൻ പറ്റിയില്ല. അപ്പോൾ അതെ ആ ഒരു ബോക്സിനകത്ത് ചെറിയൊരു ബോക്സ് ഉണ്ട്. ആ ഒരു ബോക്സിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ ഈ മേടിച്ച പട്ടിക്കുട്ടി ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പരസ്യ വീഡിയോകളിലൊക്കെ കുട്ടികൾ ബെൽറ്റൊക്കെ കെട്ടി അവർ നടക്കുമ്പോൾ കൂടെ ഓടി നടക്കുന്നതൊക്കെ ആയിട്ടാണ് ഈ പട്ടിക്കുട്ടീൻ്റെ വീഡിയോയിലൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ആ ബോക്സിനകത്ത് നല്ല സേഫൊക്കെ ആയിട്ട് പട്ടിക്കുട്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം ഇനി ബാറ്ററി ഇടലൊക്കെയാണ്. ഉച്ചയ്ക്ക് കൈ കിട്ടിയിട്ട് ബാറ്ററി ഇല്ലാത്തതിൻ്റെ പേരിൽ തിരിച്ച് അതുപോലെ തന്നെ എല്ലാം എടുത്ത് വെച്ച് പാക്ക് ചെയ്ത് തിരികെ വെച്ചതായിരുന്നു. പിന്നെ നീ കൊച്ചിൻ്റെ ഒരു ഉറപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളതെടുത്ത് പിന്നെയും ബാറ്ററി ഇടാനുള്ളൊരു സെറ്റപ്പൊക്കെ നോക്കണേ. അപ്പോൾ നമ്മുടെ പൊന്നൻ അടുത്തിരിക്കുന്നുണ്ട്. ഏതാണ്ട് പൊന്നൻ്റെ അടുത്തൊക്കെ ഇരിക്കുമ്പോൾ പൊന്നൻ്റെ കുട്ടിയെ പോലെയൊക്കെ തോന്നുന്നൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ രൂപമൊക്കെ ശരിക്കും ഒരു ഒറിജിനൽ പട്ടിക്കുട്ടിയുടെയൊക്കെ പോലെ തന്നെയുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. പക്ഷേ പൊന്നൻ യാതൊരു മൈൻഡും ചെയ്യണില്ല. കാരണം അവനൊരു ബ്രഹ്മചാരിയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് അവൻ ആ പട്ടിക്കുട്ടീനെ വലിയ മൈൻഡൊന്നും ചെയ്യണില്ല. അപ്പോൾ അത് സ്ക്രൂ ഒക്കെ ഇട്ടിട്ടാണ് അതിൻ്റെ ബാറ്ററി ഇടുന്ന ഭാഗമൊക്കെ തുറക്കുന്നത്. ബാറ്ററിയുടെ കേസ് എന്തുകൊണ്ടാണ് സ്ക്രൂ ഇട്ട് വെക്കണതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ അത് പിള്ളേരെടുത്ത് എറിഞ്ഞ് കളയുമ്പോൾ ബാറ്ററി ചാടി പോകുന്നതിൻ്റെ പേരിലാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഈ പട്ടിക്കുട്ടിയുടെ പ്രത്യേകത ഇവൻ നടക്കുകയല്ല, അവൻ നിന്ന നിപ്പിൽ ചാടി മറയാണ്. അപ്പോൾ സ്വയം അവൻ്റെ ചാട്ടം കൊണ്ട് തന്നെ ബാറ്ററി പുറത്തേക്ക് പോരുന്നുണ്ട്. ഞാൻ ആദ്യം ഇട്ട് നോക്കിയപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ സ്ക്രൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്ക്രൂ ഒക്കെ അഴിച്ച് ബാറ്ററി ഇടാനായിട്ട് നീയെ കൊച്ച് സഹായിക്കുന്നുണ്ട്. ബാറ്ററി ഇടാൻ സഹായിക്കുന്നതല്ല, അവളുടെ കയ്യിൽ നിന്ന് ബാറ്ററി നമ്മൾ മേടിച്ചതിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള പിണക്കമാണ് കാണുന്നത്. കൈയൊക്കെ ഇട്ട് മുഖത്തൊക്കെ ഇട്ട് തിരുമ്മി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാറ്ററി ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വർക്കിംഗ് മെത്തേഡാണ് ഈ കാണുന്നത്. വർക്കിംഗ് മെത്തേഡ് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. പൊന്നൻ്റെ അടുത്തൊക്കെ വെച്ച് നമുക്ക് ഓരോ വീഡിയോ റീൽസൊക്കെ ചെയ്യാനായിട്ട് വളരെ നല്ലൊരു ഐറ്റമാണ്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നത് നമ്മൾ വിചാരിച്ച പോലെ ആയിട്ടില്ല. പക്ഷേ അവൻ്റെ മറച്ചിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഒരു 1-2 മറച്ചിൽ മാത്രമേ പുള്ളിക്കാരൻ നല്ല രീതിയിൽ മറയുന്നുള്ളൂ. ആ മറയുമ്പോൾ അവൻ്റെ കാല് തെന്നിക്കഴിഞ്ഞാൽ പിന്നെ അവൻ നിലത്ത് വീഴുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. കണ്ട, ഇതുപോലെ വീണ് കഴിഞ്ഞാൽ പിന്നെ അവനെ നമ്മൾ ഒരാളുടെ സഹായം ഇല്ലാണ്ട് അവനെ നമുക്ക് നിർത്താൻ പറ്റില്ല. പൊന്നൻ പിന്നെ സഹായിക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പം ഇനി ഇതേ കണ്ട, അവനവിടെ വീണ് കിടക്കുകയാണ്. വീണ് കിടക്കുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവന് എണീക്കാനോ ഓടാനോ അല്ലെങ്കിൽ ചാടാനോ ഒന്നും പറ്റില്ല. അപ്പോൾ നമ്മളെടുത്ത് തന്നെ ഒരാളുടെ സഹായം, കൈ സഹായം എപ്പോഴും കൂടെ വേണ്ടുന്ന ഒരു പട്ടിക്കുട്ടിയാണ് ഈ കാണുന്നത്. അതാണ് എനിക്ക് ഈ ഒരു പട്ടിക്കുട്ടിയിൽ ഒരു ദോഷകരമായിട്ട് തോന്നിയൊരു കാര്യം. ഞാൻ വിചാരിച്ചത് പിള്ളേരുടെ കൂടെ ബാറ്ററി ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നടക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവനെ നമ്മളിതേ കൊണ്ടുവന്ന് നമ്മൾ സ്ഥിരം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടൊന്നും അവനവിടെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സ്ഥലമായിട്ട് അവൻ്റെ കാലുമ്മ ഗ്രിപ്പ് കിട്ടുന്നില്ല. മറിഞ്ഞൊക്കെ വീഴുന്നുണ്ട്. പക്ഷേ ഓരോ മറിഞ്ഞു വീഴലും അവൻ്റെ നിലത്തേക്ക് വീഴാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഓഫാക്കി വെച്ച് കൂടെ നിർത്തിയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ്. കാരണം കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഒരു ഒറിജിനൽ പട്ടിക്കുട്ടിയെ പോലെയൊക്കെ തോന്നുന്നുമുണ്ട്. വലിപ്പമൊക്കെ തീരെ കുറവാണ്. ഏകദേശം ചെറിയ സൈസാണ്. നമ്മൾ വിചാരിച്ച വലിയ സൈസിൻ്റെ വലിപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ എടുക്കാനും പിള്ളേർക്ക് കയ്യിലൊക്കെ കൊടുത്ത് നമുക്ക് ഓരോ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ അതിൻ്റെ വില ഇത്തിരി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു 700 രൂപയ്ക്ക് നിസ്സാര കാശേ കുറയുള്ളൂ. അത്രയും വില വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവൻ്റെ അഭ്യാസങ്ങളൊക്കെ ആയിട്ട് ഇതേ മുന്നോട്ട് പോകുന്നുണ്ട്. നീയെ കൊച്ചും പൊന്നനൊക്കെ കൂടെയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് എടുക്കേണ്ട ടോയൊന്നുമല്ല. നമുക്കിങ്ങനെ ഒരു കൗതുകത്തിന് കൊണ്ട് നടക്കാമെന്ന് മാത്രം. അപ്പോൾ ഒരു വീഡിയോ കണ്ട് അതിൽ ആകർഷണം തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം മേടിച്ചത്. ഈ ഒരു പട്ടിക്കുട്ടിനെ മേടിച്ച് നമ്മുടെ നീയ കൊച്ചിന് കൊടുത്ത് അവളെ കൂടെ കൊണ്ട് നടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അവൾക്ക് പട്ടിയും പൂച്ചയൊക്കെ ഇഷ്ടമുള്ളതിൻ്റെ പേരിലാണ് ആ ഒരു ഐറ്റം മേടിച്ചത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ആയിട്ടില്ല. പക്ഷേ എങ്കിലും ഒരു ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ ചെറിയ ചെറിയ റീൽസുകളൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ ആ കുട്ടികളുടെ കയ്യിൽ കൊടുത്ത് ഫോട്ടോഷൂട്ടൊക്കെ നടത്താനും വളരെ നല്ലൊരു ഐറ്റം തന്നെയാണ്. കാണാൻ കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ട്. പക്ഷേ അങ്ങനെ കാഴ്ചകൾ ആസ്വദിക്കാനും ഫോട്ടോ എടുത്ത് ആസ്വദിക്കാനും അല്ലെങ്കിൽ റീൽസ് ചെയ്യാനൊക്കെ ഇത്രയും രൂപ കൊടുത്ത് ഇത് മേടിക്കേണ്ട ആവശ്യകത എനിക്ക് തോന്നിയില്ല. കാരണം 100-300 കൊടുത്തു കഴിഞ്ഞാൽ നല്ല പട്ടിക്കുട്ടിയുടെ രൂപത്തിലുള്ള പാവകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വട്ടമൊക്കെ ചിന്തിച്ചിട്ട് ഇത് മേടിക്കേണ്ട ആവശ്യകതയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ തരണം കേട്ടോ.